യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. രക്ഷണീയ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. കർത്തവേ രാജാതി രാജാവേ, കർത്തതി കർത്തവേ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിന്റെ ജീവിതത്തിന് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആപത്തുകൾ അനർത്ഥങ്ങൾ എന്നൊക്കെയും കർത്താവ് വിടുവിച്ച്, രോഗങ്ങൾ പ്രയാസങ്ങൾ എന്നൊക്കെയും വിടുവിച്ച്, അതിശയമായി അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ നടത്തിയ എല്ലാ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, താൻ ചോദിച്ചാലും നിനച്ചലപ്പുറമായിട്ട് നമ്മെ ജയത്തോടെ നടത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ ഉള്ളം കരത്തിൽ നമ്മെ വഹിച്ച്, നമ്മെ വരച്ച് കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ പൽക്കാലവും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളിൽ ചെയ്യുവാനിടയത്തിലും നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നാം സ്തോത്രം. നമ്മുടെ ചിന്തകൾക്കപ്പുറമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അത്രേ. ആരാഞ്ഞുകൂടാതെ വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം അത്രേ ആ ദൈവം. ഹല്ലേലൂയ. ഈ പൽക്കാലം നമ്മുടെ ആവശ്യങ്ങളെ മേൽ ഒന്നിനും മുടക്കം വരാതോണം ദൈവം എല്ലാം അതിൻ്റെതായ സമയത്ത് ഭംഗിയായി ചന്തമായി ചെയ്തു തരും. ആ കർത്താവിൽ ആശ്രയിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയ ദൈവപൈതലേ സ്തോത്രം. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ യേശു കർത്താവ് പരിഹരിച്ചു തരും. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ നിങ്ങളോടുമായി ഷെയർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അത്രേ. സ്തോത്ര. ചിലപ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവിലായിരിക്കും നിൽക്കുന്നത്. അതേ, നാം പലരുടെ അടുക്കലേക്ക് ഈ വിഷയത്തിന്റെ പരിഹാരത്തിനായിട്ട് പോയി കാണുമായിരിക്കാം. ആർക്കും അതിനെ പരിഹരിക്കുവാൻ കഴിഞ്ഞു കാണില്ലായിരിക്കാം. പക്ഷെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ഏത് വിഷയത്തെയും പരിഹരിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ അരികിലേക്ക് ഈ പകൽക്കാലം നിങ്ങളുടെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദൈവം ആ വിഷയത്തെ പരിഹരിച്ചു തരും. വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളതിനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവേ, ഞാൻ അതിനെ നിവർത്തിച്ച് തരാമെന്ന്. സ്തോത്ര. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി പരിഹാരകനായിട്ട് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ വില കൊടുത്തു. നമ്മുടെ രോഗത്തെ, നമ്മുടെ ശാപത്തെ, നമ്മുടെ പാപത്തെ കർത്താവ് കാൽവരി ക്രൂശിൽ വഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ആ കർത്താവിന്റെ മുമ്പിൽ സകല വിഷയത്തിനും പരിഹാരമുണ്ട്. ഒരു ഡോക്ടറിന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം കാണുമായിരിക്കാം. അത് ഒരു സമൂഹത്തിന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം കാണുമായിരിക്കാം. ഒരു കുടുംബത്തിനകത്ത് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത സബ്ജക്റ്റുകൾ കാണുമായിരിക്കും. പക്ഷേ അതിനകത്ത് പരിഹാരം തരുവാൻ കഴിയുന്ന, അതിനകത്തുനിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം കൊടുക്കുക. സ്തോത്ര. അങ്ങനെ ഈ പൽക്കാലം വിശ്വാസത്തോടു കൂടി ആയിരിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. ആരൊക്കെ യേശുവിന്റെ അടുക്കൽ തങ്ങളുടെ വിഷയത്തെ കൊണ്ട് ഇറക്കി വച്ചിട്ടുണ്ടോ, വിഷയത്തെ കർത്താവിന്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ടോ, ആ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം ലഭിച്ചിട്ടുണ്ട്. കർത്താവ് അവരെ വെറുതെ വിട്ടിട്ടില്ല. സ്തോത്ര. അങ്ങനെ ഈ പകൽക്കാലം നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, കർത്താവ് ഇതിനകത്തൊരു പരിഹാരം ലഭിക്കുന്നത് എങ്ങനെയെന്ന ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഈ പകൽക്കാലം പ്രിയ ദൈവപൈതലെ കർത്താവിന്റെ അരികത്ത് കൊണ്ടുവന്ന് വച്ചു കൊടുക്കുക. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ ഭാരം അവിടെ നിന്ന് വച്ചു, അവൻ നിനക്കായി കരുതുന്ന നിന്റെ സകല ചിന്താകുലം അവന്റെ മേൽ വച്ചുകൊടുക്കാൻ പഠിപ്പിച്ച കർത്താവ്, നിന്റെ ഭാരം അവന്റെ മേൽ വച്ചുകൊടുക്കുക, അവൻ നിന്നെ പുലർത്തുമെന്ന് അറിയിച്ചത ആ കർത്താവിന്റെ മുമ്പിൽ. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലെ, ഈ പകൽക്കാലം നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയത്തെ ഇറക്കി വയ്ക്കാം. നാം ഒത്തിരി മനുഷ്യരുടെ അടുക്കിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഷെയർ ചെയ്യുവാൻ, ഇറക്കി വയ്ക്കാനായിട്ട് നോക്കിക്കാണുമായിരിക്കാം. അവിടെ ഒന്നും പരിഹാരം ഇല്ലാതിരിക്കുമ്പോൾ പരിഹരിപ്പാൻ കഴിയുന്ന യേശു കർത്താവിനെ കുറിച്ചത്രേ ഇന്ന് നാം പറയുന്നത്. സ്തോത്രം. ആ യേശുവിന്റെ അടുക്കൽ ആ വിഷയത്തെ ഇന്ന് ഇറക്കി വയ്ക്കുക. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ നോക്കുമ്പോൾ 3 വിഷയത്തെ അവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ആ 3 വിഷയങ്ങളുടെ ഉള്ളടക്കം നമുക്ക് നോക്കുമ്പോൾ, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയങ്ങളാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവിടെ ഒന്നാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ആർക്കും അവന് ഒതുക്കാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ്. രണ്ടാമത്
കാണുവാൻ സാധിക്കുന്നു. ഡോക്ടർമാർ കൈവിട്ട കേസ് കാണുവാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത് കാണുവാൻ സാധിക്കുന്നു, ആർക്കും വിടുവിക്കാൻ കഴിയാതെ പരവശിയായിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ഈ 3 വിഷയത്തിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവർക്കാർക്കും പരിഹരിക്കാൻ പറ്റാത്ത, അവർ ഒത്തിരി ഓടി, ഒത്തിരി ബന്ധപ്പെട്ടു, പലതിനകത്തുനിന്ന് അവർ ഈ വിഷയത്തിനകത്തൊരു വിടുതലിന് വേണ്ടി ശ്രമിച്ചിട്ടും അവർക്ക് അതിനകത്തൊന്നും ഒരു വിടുതൽ ലഭിക്കാൻ കഴിയാതെ ഇരുന്നപ്പോ യേശുവിന്റെ അടുക്കൽ ആ വിഷയത്തെ ഇറക്കി വയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ, യേശുവിന്റെ അടുക്കൽ ആ വിഷയത്തെ കൊണ്ടുവയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ആ വിഷയത്തിന് പരിഹാരം വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെക്ക് പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, നീ മാറി മാറി പലരുടെ അടുക്കൽ നിന്റെ വിഷയത്തെ ഒരു പരിഹാരത്തിന് വേണ്ടി കൊണ്ടുവച്ച് കാണുമായിരിക്കാം. പക്ഷേ അത് ഒരു ദിവസം കഴിയും, 2 ദിവസം കഴിയുമ്പോ അത് നീ തന്നെ വീണ്ടും ചുമക്കേണ്ടി വരുമ്പോ, നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ കഴിയാതെ ഈ ലോകത്തിൽ ഇരിക്കുമ്പോ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിന് നിന്റെ വിഷയത്തെ പരിഹരിക്കുവാനായിട്ട് കഴിയും. കർത്താവിന് നിന്റെ വിഷയത്തെ സോൾവ് ചെയ്യുവാനായിട്ട് കഴിയാം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. മനുഷ്യരുടെ അടുക്കൽ നമ്മുടെ വിഷയങ്ങളെ ഇറക്കി വയ്ക്കുമ്പോൾ സ്തോത്ര, അതിനെ സ്തോത്രം, ഹല്ലേലൂയ, അവർക്ക് പരിഹരിക്കാൻ പറ്റില്ല. കുറച്ച് ദിവസമൊക്കെ അവർ കൊണ്ട് നടക്കും വിഷയത്തെ. പക്ഷെ എന്നിട്ട് പിന്നെ അവർ പറയാം, ഇതിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന വിഷയത്തെ നീ വീണ്ടും ചുമന്നു കൊണ്ടുപോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. എനിക്കിതിനകത്തൊരു വിടുതൽ തരാൻ കഴിയത്തില്ല എന്ന് കർത്താവ് പറയത്തില്ല. പ്രിയ ദൈവമക്കളെ, അങ്ങനെക്ക് വിശ്വാസത്തോടു കൂടി ഈ പകൽക്കാലം, ഹല്ലേലൂയ, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നിങ്ങൾ സ്തോത്രം പരിഹരിക്കപ്പെടാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന ആ വിഷയത്തെ ഈ പകൽക്കാലം കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരിക. ഹല്ലേലൂയ. കർത്താവ് വിഷയത്തെ പരിഹരിച്ച് തരും. സ്തോത്ര. കർത്താവ് വിഷയത്തിനകത്ത് ഒരു മറുപടി തരും. സ്തോത്ര. ആ വിഷയത്തിനകത്തുനിന്ന് കർത്താവ് നിങ്ങൾ എഴുന്നേൽപ്പിച്ച് വിടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോ, മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 3-4 വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞോ. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ട് അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങു ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത, ആർക്കും അടക്കുവാനായിട്ട് കഴിയാത്ത ഒരു മനുഷ്യനെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ യേശു കർത്താവ് ഗദരദേശത്ത് എത്തുവാനായിട്ട് ഇടയായി തീർന്നപ്പോ യേശു അവിടെ എത്തിയെന്ന് അറിഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? യേശുവിനെ എതിരേൽക്കാൻ വന്നു. അതിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്താണ് ഞാൻ വായിച്ചത്. ആർക്കും മനുഷ്യനെ ഒതുക്കാൻ കഴിയുന്നില്ല, ആർക്കും ബന്ധിക്കാൻ കഴിയുന്നില്ല, ആർക്കും അടക്കുവാനായിട്ട് കഴിയാത്ത മനുഷ്യൻ. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഭൂതഗ്രസ്തനായിരുന്ന മനുഷ്യന് യേശുവിനെ എതിരേൽക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ഹല്ലേലൂയ, ആർക്കും ഒതുക്കാൻ പറ്റാത്ത വിഷയം നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, നിന്നെ തളർത്തുന്നുണ്ടായിരിക്കാം, നിന്നെ മാനസികമായ സമ്മർദ്ദങ്ങൾ നിനക്ക് ചെലുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ വിഷയത്തെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശുവിനെ ഒന്ന് എതിരേൽക്കാൻ തയ്യാറാക്കുക. യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് നീ കടന്നു വരാൻ തയ്യാറാക്കുക. അവിടെ കാണുവാൻ സാധിക്കുന്നു, പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു അവനെ എതിരേറ്റു. സ്തോത്രം. അപ്പൊ നമ്മുടെ ആ വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരണം. സ്തോത്ര. ഹല്ലേലൂയ. എവിടെയെങ്കിലും നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുമെന്നല്ല, കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ ഞാൻ വചനത്തിൽ പറയാനായിട്ട് ഇടയായി തീർന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ നമ്മള് യേശുവിന്റെ അടുക്കലേക്ക് വരണം. നമ്മുടെ വിഷയം കാഠിന്യമേറിയതായിരിക്കാം, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായിരിക്കാം, ആർക്കും അതിനെ സ്തോത്രം ഹല്ലേലൂയ ഒരു രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമായിരിക്കാം. പക്ഷേ യേശുവിന്റെ അടുക്കിലേക്ക് നാം വരാൻ തയ്യാറായ യേശു വെറുതെ വിടുകയില്ല. ആ വിഷയത്തെ യേശു കർത്താവ് കൈകാര്യം ചെയ്യും. ആ വിഷയത്തെ കർത്താവ് തൊടുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവനെ പലരും സ്തോത്രം ബന്ധിക്കുവാനായിട്ട് നോക്കിയാനായിട്ട് ഇടയായി തീർന്നു, അവനെ അടക്കുവാനായിട്ട് നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ ആർക്കും കഴിയുന്നില്ല, ഒരു സമൂഹത്തിന് കഴിയുന്നില്ല, ഒരു ദേശത്തിന് കഴിയുന്നില്ല, അവരുടെ മാതാപിതാക്കൾ കഴിയുന്നില്ല. ആർക്കും അവനെ ഒതുക്കാൻ പറ്റാതിരിക്കുമ്പോ, ആർക്കും അവനെ അടക്കാൻ കഴിയാതിരിക്കുമ്പോ ആ
ആ വിഷയത്തിന്റെ മധ്യത്തിൽ നാം കാണുവാൻ സാധിക്കുന്നു. അവൻ യേശു കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് ആ മനുഷ്യനെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ 15-ാം വാക്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് ഇരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു. പ്രിയതേ മക്കളെ, അവന്റെ മേൽ നിന്ന് ആ ഭൂതം മാറുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവൻ സുബോധം പൂണ്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. ആർക്കും ഒതുക്കാൻ പറ്റാത്ത മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, ഒരു സമൂഹത്തിനോ ദേശത്തിനോ കുടുംബത്തിനോ ചിലപ്പോ നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ പറ്റാതെ, ആർക്കും ആ വിഷയത്തെ ഒതുക്കി വയ്ക്കുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുമ്പോ ഈ പകൽക്കാലം പ്രിയ ദൈവപൈതലേ, നിന്റെ വിഷയത്തെ കർത്താവിന്റെ അടുക്കൽ ഒന്ന് കൊണ്ടുവാ. ഹല്ലേലൂയ. അടുത്ത് നമുക്ക് ഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്ര, പള്ളിപ്രമാണിന്റെ 22-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. പള്ളിപ്രമാണികൾ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ കുഞ്ഞുമകൾ മരണാസന നിലയിൽ ഇരിക്കുന്നു, അവിടെ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവരുടെ മേൽ കൈവയ്ക്കണമേ എന്ന് അപേക്ഷിച്ച്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു സ്തോത്രം, ഡോക്ടറിനും വിടുവിക്കാൻ പറ്റാതെ, ഒരു മെഡിക്കൽ റിപ്പോർട്ടിനും വിടുവിക്കാൻ കഴിയാത്തവണ്ണം ആയിരിക്കും അത്യാസന്ന നിലയിൽ, ഹല്ലേലൂയ, ഒരല്പം മാത്രം ജീവനായിട്ട് ശേഷിച്ചിരിക്കുന്ന ഒരു പൈതന്റെ വിഷയത്തെ, ഹല്ലേലൂയ, ഡോക്ടർമാർ കൈവിട്ട് കഴിഞ്ഞപ്പോ, മെഡിക്കൽ സയൻസ് കൈവിട്ട് കഴിഞ്ഞപ്പോ ആ വിഷയത്തെ എന്ത് ചെയ്തു? കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുവാനായിട്ടിടയെ തീർന്നു. ഹല്ലേലൂയ. സ്തോത്ര. ഡോക്ടർമാർ അതിനെ നോക്കി സ്തോത്ര, ഇനി ഇതിനകത്തൊന്നും ഒരു വിടുതലില്ല എന്ന് പറയുമ്പോ, ഡോക്ടർമാർ കൈവിട്ട് കളയുമ്പോ ആ വിഷയത്തിന്റെ നടുവിൽ നീ ഇതാണല്ലോ എന്റെ വിധി എന്ന് പറഞ്ഞിരിക്കുവാനല്ല, നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന, നിന്റെ കുഞ്ഞിനെ സൗഖ്യം കൊടുക്കുവാൻ കഴിയുന്ന, നിനക്ക് സൗഖ്യം തരുവാൻ കഴിയുന്ന ആ കർത്താവിന്റെ അടുക്കിലേക്ക് നിന്റെ വിഷയത്തെ ഒന്ന് കൊണ്ടുവയ്ക്കാമോ? ഹല്ലേലൂയ. സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നും നോക്കാതെ പള്ളി പ്രമാണി ചെയ്തൊരു കാര്യമുണ്ട്. യേശുവിന്റെ കാൽക്കൽ ആ വിഷയത്തെ വച്ചു. സ്തോത്രം. ഈ പൽക്കാലം പ്രിയ ദൈവപൈതലേ, നിന്റെ വിഷയത്തെ കർത്താവിന്റെ കാൽക്കൽ കൊണ്ട് വയ്ക്കുവാൻ ഇടയായി തീർന്ന ആ വിഷയത്തിനകത്തൊരു വിടുതൽ ഉണ്ട്. സ്തോത്ര. ആ വിഷയത്തെ നീ ചുമക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഏതെല്ലാം പ്രയാസങ്ങൾ ആ വിഷയത്തിനകത്ത് കടന്നു വന്നാൽ ആ വിഷയത്തിന്റെ മറുപടി എന്റെ യേശു കർത്താവ് നിന്റെ പക്കൽ ഏൽപ്പിക്കുവാൻ ഇടയായിത്തീരാം. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ കുഞ്ഞുമകൾ മരണാസന നിലയിൽ ഇരിക്കുന്നു, അവിടെ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവിടെ മേൽ കൈവയ്ക്കണമേ. സ്തോത്രം. അതേ, ഒരു മെഡിക്കൽ സയൻസിനും അവളെ വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോ പള്ളിപ്രമാണി ഉള്ളിൽ കടന്നു വന്നൊരു വിശ്വാസമുണ്ട്. യേശുവിന്റെ അടുക്കൽ കൊണ്ട് വച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിനകത്തൊരു വിടുതലാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം സ്തോത്ര, ഹല്ലേലൂയ, ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. നമ്മുടെ വിഷയത്തെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ട് വച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിനകത്ത് ഒരു പരിഹാരം ലഭിക്കും എന്നൊരു ഉറപ്പ്. ഹല്ലേലൂയ. സ്തോത്ര. ചിലപ്പോൾ കൊണ്ടുവരുമ്പോൾ പ്രതികൂലങ്ങൾ കാണുമായിരിക്കാം, പ്രതിസന്ധികൾ കടന്നു വന്നെന്നിരിക്കാം. സ്തോത്ര. പലരും ചോദിച്ചെന്നിരിക്കാം, എന്തിനാ നീ ഇപ്പോൾ യേശുവിന്റെ അടുക്കൽ കടന്നു പോകുന്നത്? എല്ലാരും കൈവിട്ട വിഷയമല്ലേ? ഡോക്ടർമാർ ഇനി ഇതിനകത്തുനിന്ന് സൗഖ്യമില്ല എന്ന് പറഞ്ഞ വിഷയമല്ലേ? നീ എന്തിനാ ഇതിനെയും ചുമന്ന്, ഹല്ലേലൂയ, ഈ വിഷയത്തെയും കൊണ്ട് നീ കർത്താവിന്റെ അടുക്കൽ പോകുന്നെന്നൊക്കെ ചോദിച്ചെന്നിരിക്കാം. പക്ഷേ പ്രിയ ദൈവ പൈതലേ, കർത്താവിന്റെ കാൽക്ക് നീ വിഷയത്തെ കൊണ്ട് വയ്ക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വിഷയത്തിനകത്ത് വിടുതലുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര. ഹല്ലേലൂയ. ഈ പകൽക്കാലം, ഹല്ലേലൂയ, ആർക്കും എന്റെ വിഷയത്തിനകത്തൊരു വിടുതൽ തരാൻ കഴിയത്തില്ലല്ലോ എന്നോർത്ത് നീ നിരാശപ്പെടുമ്പോ, ആകുലപ്പെടുമ്പോ, ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, നിന്നെ ഭയപ്പെടുത്തുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിനകത്ത് പരിഹാരം കർത്താവിന്റെ പക്കലുണ്ട്. സ്തോത്ര. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിന്റെ അടുക്കൽ ആ വിഷയത്തെ കൊണ്ട് വയ്ക്കുക. സ്തോത്ര. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ആ യായിറോസിന്റെ ഭവനത്തിലേക്ക് യേശു കർത്താവ് കടന്നു പോകുമ്പോ, അത് പോകാനായിട്ട് നിൽക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ബാലക്കാര്യം വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട, കുഞ്ഞു മരിച്ചുപോയി എന്ന്. സ്തോത്രം. പക്ഷെ എന്റെ യേശു കർത്താവ് ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം മതി. അതേ പ്രിയതേ മക്കളെ, നീ വിഷയവുമായി കർത്താവിന്റെ അടുക്കൽ കടന്നു വരുമ്പോ മനുഷ്യർ പറയുന്ന വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട. സ്തോത്ര. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത് സ്തോത്രം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കാം. ലോകം നമ്മെ ആശ്വസിപ്പിക്കത്തില്ല. ലോകം സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് പലതും പറഞ്ഞ് നമ്മെ വേദനിപ്പിക്കുവാൻ നോക്കുമ്പോ പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് അത്രേ. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ആ കുഞ്ഞു പൈതനെ ഈ കർത്താവ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവരുടെ കരത്തിൽ തിരിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ കർത്താവേ, പ്രിയ ദൈവ പൈതലെ, ഡോക്ടർമാർ കൈവിട്ട കേശ അത്യസന നിലയിലായിരുന്നതാ. ജീവൻ ഏത് സമയം നിലച്ചു പോകാമെന്ന് പറഞ്ഞ് നിന്ന സാഹചര്യത്തിൽ നിന്ന് ഹല്ലേലൂയ, ലോകത്തുനിന്ന് മരണം ആ കുഞ്ഞിനെ എടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ തിരിച്ച് ജീവൻ കൊടുപ്പാൻ അധികാരമുള്ള കർത്താവ് ആ കുഞ്ഞിന്റെ മേൽ ജീവൻ പകർന്നു കൊടുത്ത് അവരുടെ കരത്തിൽ മടക്കി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഏത് വിഷയമായിക്കൊള്ളട്ടെ, പരിഹാരം തരാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ അരികത്തുണ്ട്. ആ കർത്താവിന്റെ മുമ്പിൽ ഈ പകൽക്കാലം നിന്റെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. നീ ഒത്തിരി ഹല്ലേലൂയ പലരുടെ അടിക്കാൻ നിന്റെ വിഷയവുമായിട്ട് കടന്നു പോയിക്കാൾമാരിക്കാം. ആർക്കും വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോ ഈ പകൽക്കാലം ഹല്ലേലൂയ കർത്താവിൽ നിന്ന് നിനക്കൊരു വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. മൂന്നാമത്തെ വിഷയം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 23-ാം വാക്യത്തിലേക്ക് 26-ാം വാക്യത്തിൽ വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, ഏറെ സ്തോത്രം 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായിരിക്കുന്ന സ്ത്രീ. ഹല്ലേലൂയ. നമുക്കുള്ള സമ്പത്തെല്ലാം അവൾ എന്ത് ചെയ്തു? വിട്ട് അവൾ അത് ചെലവഴിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടും അവൾക്ക് സൗഖ്യം വന്നില്ല. ഞാൻ ഇവിടെ 3 കാര്യമാ പറഞ്ഞത്. സ്തോത്ര. ഒരു സമൂഹത്തിനും വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോ, ഒരു ഡോക്ടറിനും വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോ, ഒരു സമ്പത്ത് കൊണ്ടും വിഷയത്തെ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോ സ്തോത്ര, ഈ വിഷയം കൂടെ നടുവിലേക്ക് ഹല്ലേലൂയ പരിഹാരനായിരിക്കുന്ന കർത്താവ് ഇറങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. ഇവർ ഈ വിഷയത്തെ കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ആ വിഷയത്തിനകത്ത് വിടുതൽ ലഭിച്ചു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഇങ്ങനെ ഞാൻ പറയട്ടെ, ഒരു സമൂഹത്തിനും നിന്റെ വിഷയത്തിന് പരിഹരിക്കാൻ കഴിയത്തില്ലായിരിക്കാം. ഒരു ഡോക്ടറിനും നിന്റെ വിഷയത്തെ പരിഹരിക്കാനായിട്ട് കഴിയത്തില്ലായിരിക്കാം. സ്തോത്ര. ഒരു കോടതിക്കും നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തെ പരിഹരിക്കാൻ കഴിയത്തില്ലായിരിക്കാം. സ്തോത്ര. നിന്റെ മുമ്പിലുള്ള സാമ്പത്തികമായ സാഹചര്യം കൊണ്ട് നിന്റെ വിഷയത്തിനൊരു പരിഹാരം തേടാൻ നോക്കിയിട്ട് കഴിയാത്ത അനുഭവത്തിലായിരിക്കാം ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്നത്. പക്ഷെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വിഷയത്തിന് പരിഹാരം എന്റെ യേശുവിന്റെ അടുക്കലുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നീ സ്തോത്രം ഒത്തിരി ഓടിയില്ലേ പലയിടത്തുനിന്ന് വിടുതലിന് വേണ്ടി, ഒത്തിരി ശ്രമിച്ചില്ലേ പലരുടെ അടുക്കൽ നിന്ന് ഒരു വിടുതലിനായിട്ട്. ഇവിടെ സൗഖ്യമുണ്ട്, അവിടെ സൗഖ്യമുണ്ട്, അവിടെ നിനക്ക് ഇതിനകത്തുനിന്ന് ഒരു പരിഹാരം തരാം, ഇതിനകത്തൊരു സൊല്യൂഷൻ നിനക്ക് പറഞ്ഞു തരും എന്നൊക്കെ മാറി പറഞ്ഞപ്പോ നീ പലരുടെ അടുക്കിലേക്ക് സ്തോത്രം ഹല്ലേലൂയ നിന്റെ വിഷയത്തെ ഇറക്കി വച്ച് കാണുമായിരിക്കാം. അവിടെ നിന്ന് നിനക്ക് ആശ്വാസം ലഭിക്കാതിരിക്കുമ്പോ, അവിടെ നിന്ന് നിനക്കൊരു വിടുതൽ ഇല്ലാതിരിക്കുമ്പോ, അവിടെ നിന്ന് നിനക്കൊരു സമാധാനം ഇല്ലാതിരിക്കുമ്പോ, നിനക്ക് തിരിച്ചു ആരോഗ്യം ലഭിക്കാതിരിക്കുമ്പോ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ ഭയപ്പെടുത്തുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിന്റെ മുമ്പിൽ നിന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, മാനുഷികമായി ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിന് ഒരു പരിഹാരമില്ല എന്ന് ചിന്തിക്കുന്ന വിഷയമായിക്കൊള്ളട്ടെ, ഈ പകൽക്കാലം സ്തോത്ര കർത്താവിന്റെ അടുക്കൽ ഒന്ന് കൊണ്ട് ഇറക്കി വയ്ക്കേ. സ്തോത്ര. ഹല്ലേലൂയ. അതേ. സ്തോത്രം. ഹല്ലേലൂയ. നാം ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നാം കർത്താവിന്റെ അടുക്കൽ കടന്നു വരണം. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് തുറന്ന് പറയണം. പ്രിയതേ മക്കളെ, സ്തോത്ര. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ. സ്തോത്രം. നമ്മുടെ വിഷയത്തിന്റെ കാഠിന്യം സ്തോത്ര, നാം ആരുടെയെങ്കിലും മുമ്പിൽ നമ്മുടെ വിഷയത്തെ ഇറക്കി വെച്ചിട്ട് അവര് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ അവരത് നോക്കിക്കോളും എന്ന് പറഞ്ഞ് മാറിയിരിക്കുവാനല്ല. നാം അനുഭവിക്കുന്ന വിഷയത്തിന്റെ കാഠിന്യം, അതിന്റെ ഭയാനകത്വം നമുക്ക് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. അതിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം. സ്തോത്രം. യായിറോസിന്റെ അനുഭവത്തിൽ അത് കാണാൻ സാധിക്കുന്നത്. സ്തോത്ര. മറ്റുള്ളവർക്ക് പറയാം കുഞ്ഞിന്റെ അത്യസരമാണ്, കുഞ്ഞ് മരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവന്റെ ഉള്ളിൽ ആ കുഞ്ഞ് നഷ്ടപ്പെടാതിരിക്കാനുള്ള അതിനകത്തുള്ള വേദനയുടെ ആഴം എന്തെന്ന് യായിറോസിന് മനസ്സിലായിട്ടാ യായിറോസ് അതിനെ കൊണ്ട് യേശുവിന്റെ അടുക്കൽ വെച്ചത്. കർത്താവേ ഹല്ലേലൂയ.
അവിടെ 12 വർഷമായിരുന്ന രക്തസ്രാവമായിരുന്ന സ്ത്രീ, അവിടെ അവളെല്ലാം ചെയ്തു, അവൾക്കുള്ളതെല്ലാം വിറ്റു, അവൾ ചെലവഴിച്ചു, ഡോക്ടർമാർ അടുക്കലേക്ക് കടന്നുപോയി, അവൾക്ക് സൗഖ്യം വന്നില്ല. പക്ഷേ അവളെ സമൂഹം വിലക്ക് കൽപ്പിച്ചപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കേട്ട യേശു കർത്താവിന്റെ വാക്കിന്, യേശു കർത്താവിനെ കുറിച്ച് കേട്ട വാക്കിന് മുമ്പ് അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഞാൻ അതാ പറഞ്ഞത്, നാം അനുഭവിക്കുന്ന വിഷയത്തിന്റെ കാഠിന്യ ഒരു മനുഷ്യനെ നമുക്ക് എത്ര തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കിയാല അവരത് മനസ്സിലാക്കണമെന്നില്ല. സ്തോത്ര. പക്ഷേ നിന്റെ വിഷയത്തിന്റെ കാഠിന്യത്തെ എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ അടുത്ത് നീ കൊണ്ട് ഇറക്കി വച്ച ഹല്ലേലൂയ, ആ കർത്താവ് നീ തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ അനുവദിക്കത്തില്ല. ആ വിഷയത്തിനകത്ത് കർത്താവ് പരിഹാരം തന്നിരിക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ നാം ആരംഭത്തിൽ കണ്ട ആ മനുഷ്യന്റെ കല്ലറകളിലാണ് പാർക്കുന്നു. അവന്റെ ഭവനത്തിൽ പാർക്കാൻ കഴിയുന്നില്ല. അവന്റെ മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ഈ 3 വിഷയത്തിന്റെ തീഷ്ണത നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവർ അനുഭവിച്ച വേദന, അവരനുഭവിച്ചതായ സ്തോത്ര ഹല്ലേലൂയ ഞെരുക്കങ്ങൾ, അവരനുഭവിച്ച സങ്കടങ്ങൾ, സ്തോത്രം, അതിനെ കർത്താവ് മുമ്പിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ എന്റെ കർത്താവ് വിഷയത്തെ പരിഹരിച്ചു. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം കാണുമായിരിക്കാം. അത് നാം പലരോടും പറഞ്ഞിട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവിലായിരിക്കാം. ചിലപ്പോൾ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ തലമുറയുടെ വിഷയത്തിനകത്തുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികമായി അനുഭവിക്കുന്ന ചില വിഷയങ്ങളായിരിക്കാം. സ്തോത്ര. ചില നിങ്ങളെ ജോലി മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളായിക്കൊള്ളാം. ഹല്ലേലൂയ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിനകത്തൊരു വിടുതൽ ഇല്ലാതിരിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിഷയത്തെ ഈ പകൽക്കാല കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. സ്തോത്ര ഹല്ലേലൂയ. ഒത്തിരി നിങ്ങളെ ട്രൈ ചെയ്തില്ലേ പലയിടത്തും. സ്തോത്ര ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്റെ വിഷയത്തെ ഹല്ലേലൂയ, നീ മാറി മാറി ചിലപ്പോൾ ജോലിക്ക് വേണ്ടി സ്തോത്ര പലയിടത്തേക്ക് കമ്പനികൾ കയറി ഇറങ്ങി കാണുമായിരിക്കാം. പക്ഷെ ഒരിടത്തൊന്നും വിടുതലില്ലാതിരിക്കുമ്പോ നിന്റെ സർട്ടിഫിക്കറ്റിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കപ്പാ, ഈ വിഷയത്തെ കർത്താവ് ഒന്ന് പരിഹരിച്ചു തരേ. നിന്റെ കുടുംബത്തിലായിരിക്കാം ചിലപ്പോ ചിലപ്പോ ഹല്ലേലൂയ ആ പ്രശ്നത്തെ ചിലപ്പോ ആരൊക്കെ നോക്കിയിട്ട് പരിഹരിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ കുടുംബജീവിതം പ്രശ്നത്തിലായിരിക്കാം. ആ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക. സ്തോത്രം. നിന്റെ വേദനയുടെ ആഴത്തെ അറിയുന്ന ദൈവ, നിന്റെ സങ്കടത്തെ അതേ രീതിയിൽ, നിന്റെ ഹൃദയത്തിന്റെ ഞരക്കത്തെ അതേ രീതിയിൽ അറിയുന്ന ഒരു കർത്താവ്. ആ കർത്താവ് ഈ പകൽക്കാലം നിന്റെ വിഷയത്തെ തൊടും. ഹല്ലേലൂയ. നാം അകലം വിട്ട് മാറുവാനല്ല, അടുക്കൽ വരിക. നിന്റെ പ്രശ്നങ്ങളുടെ ഹല്ലേലൂയ ആഴം കൂടും തോറും കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വന്നിട്ട് ആ കർത്താവിന്റെ മുമ്പിലേക്ക് ഒന്ന് ഇറക്കി വെക്കേ. ഒരു സമൂഹത്തിന് വിടുവിക്കാൻ കഴിയാത്ത പ്രശ്നത്തെ, ഒരു ഡോക്ടറിന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ, അവരുടെ സമ്പത്ത് കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തെ എന്റെ കർത്താവ് തൊട്ട് ഈ 3 വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് ഒരു പരിഹാരം കൊടുക്കുവാനായിട്ടിടയെ തുറന്നു വയ്ക്കേ. നിന്നെ ഏത് വിഷയത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ മുമ്പിൽ പരിഹാരം ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. കർത്താവിന് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വിഷയവും നമ്മുടെ മുമ്പിലില്ല. സ്തോത്രം. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ വിഷയം നാം ചുമന്നുകൊണ്ട് നടക്കാതെ, മറ്റുള്ളവരെ ചുമക്കുവാൻ ഏൽപ്പിക്കാതെ നമ്മുടെ വിഷയത്തെ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നിങ്ങളുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, സ്തോത്ര, ആരോട് പറയാൻ പറ്റാത്ത വിഷയമായിക്കൊള്ളട്ടെ, ആ റൂം അടച്ച് കർത്താവിന്റെ അടുക്കിൽ കയറി ഇരുന്നിട്ട് അപ്പ എന്റെ ഈ ഒരു വിഷയം എനിക്ക് ആരോട് പറയാൻ കഴിയത്തില്ല, ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല, പക്ഷെ പരിഹാരം തരാൻ കഴിയുന്ന കർത്താവിന്റെ സനിയിലേക്ക് ഈ വിഷയത്തിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കേ, കർത്താവിന്റെ കാൽക്കൽ കൊണ്ടുവയ്ക്കേ, കർത്താവിന്റെ വസ്ത്രത്തെ ഒന്ന് തൊട്, കർത്താവിനെ ഒന്ന് എതിരേൽക്കാൻ തയ്യാറാക്കുക. സ്തോത്ര. നിന്റെ വിഷയത്തിനകത്ത് വിടുതലുണ്ട്. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത നിന്റെ വിഷയത്തെ പരിഹരിപ്പാൻ കഴിയുന്ന കർത്താവുണ്ട്. ആ കർത്താവ് ഈ പകൽക്കാലം നിന്റെ വിഷയത്തിന് ഒരു പരിഹാരം തരും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം ലഭിക്കുവാനായിട്ട് ഇടയത്തീരാ, ഒരു സമാധാനത്തെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. അപ്പൊ ആർക്കും പരിഹരിക്കാൻ പറ്റാതെ വേദനയിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കേട്ടല്ലോ കർത്താവെ, ആർക്കും പരിഹരിക്കാൻ കഴിയാതിരുന്ന വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് അവർക്ക് പരിഹാരം കൊടുത്തുവല്ലോ കർത്താവെ. ഈ പകൽക്കാലം തന്റെ ജനത്തിനെ കർത്താവെ അങ്ങയുടെ കരുതൽ വെളിപ്പെടണമേ. അവരുടെ ജീവിതത്തിൽ കർത്താവെ അവരെ ഭയപ്പെടുത്തുക, അവരെ ആകുലപ്പെടുത്തുന്ന, അവരുടെ നിരാശപ്പെടുത്തുന്ന ഈ വിഷയത്തിനകത്ത് എങ്ങനെ ഒരു പരിഹാരം എന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുമ്പോ അപ്പൊ അങ്ങയുടെ കരം ഈ
പൽക്കാലം തന്റെ ജനത്തിന്റെ മേൽ ചലിക്കട്ട് കർത്താവെ. പരിഹരിക്കപ്പെടുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരെ കർത്താവ് ഏത് വിഷയത്തിനകത്താണ് ആകുലപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിനകത്ത് യേശുവിന്റെ പരിഹാരം വെളിപ്പെടട്ടെ. നസ്രേന്റെ കരം ചലിക്കട്ട് കർത്താവെ. അപ്പ അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ. അതിനകത്ത് അവരൊരു ആശ്വാസം കണ്ടെത്തട്ടെ കർത്താവെ. അതിനകത്ത് ഒരു വിടുതൽ അനുഭവിക്കട്ടെ കർത്താവെ. നഷ്ടപ്പെട്ടു പോയത് അവരുടെ കരത്തിൽ മടങ്ങി ലഭിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയി അവരുടെ കുടുംബജീവിതങ്ങൾ, നഷ്ടപ്പെട്ട അവരുടെ ലൈഫ്, നഷ്ടപ്പെട്ട അവരുടെ തലമുറ, നഷ്ടപ്പെട്ട അവരുടെ ആരോഗ്യം യേശുവിന്റെ നാമത്തിൽ പരിഹരിച്ച് അവരുടെ കരത്തിലേക്ക് ദൈവം തിരിച്ചു മടക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ അങ്ങ് ചെയ്യുന്ന അത്ഭുതത്തിനായ സ്തോത്രം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്ര മാനവും മഹത്വവും അങ്ങേക്കായി ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.